ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് പേർ പ്രീമിയം മൊബൈൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ സാംസങ് ആണെങ്കിലും ഇതുപോലെ ഒരുപാട് കമ്പനിയുടെ പ്രീമിയം മൊബൈൽസ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇപ്പോൾ ഏറെ ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എന്നതെല്ലാം. ഒരുപാട് പേർക്ക് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമെല്ലാം ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. അതായത് ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐഫോൺ 13 ഈ ഒരു പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നതായി നേരത്തെ ആപ്പിൾ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അതിലൊരു പ്രോഗ്രാം എല്ലാം ആഡ് ചെയ്ത് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമെല്ലാം വന്നവർക്ക് അവരുടെ ഡിസ്പ്ലേ എല്ലാം റീപ്ലേസ്മെൻ്റ് എല്ലാം ചെയ്ത് കൊടുത്തിരുന്നു. എന്നാൽ 14 സീരീസിൽ ഇങ്ങനെ വരുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്നും തന്നെ കണ്ടക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫ്രീ ആയി തന്നെ ഇത് ഡിസ്പ്ലേ ഒന്നും മാറ്റി കൊടുക്കുന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ 14 സീരീസിലും ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് ഇത്തരത്തിൽ ഈ ഒരു പ്രീമിയം മൊബൈൽ എല്ലാം വാങ്ങുന്നത്. അതിനുശേഷം ഒരു അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇത് വാറണ്ടി ഉള്ള സമയത്താണെങ്കിൽ ഇത് നിങ്ങളെ അധികം ബാധിക്കുന്നില്ല. കാരണം ആ ഒരു സമയത്ത് ഇത് നമുക്ക് റീപ്ലേസ്മെൻറ്റിന് നമ്മുടെ കയ്യിൽ നിന്നും പണമൊന്നും പോകുന്നില്ല. എന്നാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ വാറണ്ടി എല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും എമൗണ്ട് എല്ലാം കൊടുത്ത്, അതായത് ഇത്തരത്തിൽ ഈ ഡിസ്പ്ലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇത് ചെറിയ ഒരു എമൗണ്ട് ഒന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം 10-30,000 മുകളിൽ ഡിസ്പ്ലേക്ക് ചിലവെല്ലാം വരും. അതായത് പ്രീമിയം മൊബൈൽസിൻ്റെ കാര്യമെല്ലാമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം ശരിക്കും ഇപ്പോൾ ഈ 14 സീരീസിൽ കുറച്ച് പേരെല്ലാം ഈ ഒരു പ്രശ്നമെല്ലാം ഹൈലൈറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ജെന്യൂനിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആപ്പിൾ ഇതിൽ കറക്റ്റായ ഒരു ഡിസിഷൻ എല്ലാം എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു കസ്റ്റമറുടേതല്ലാത്ത ഒരു പ്രശ്നം കൊണ്ടെല്ലാം ഇങ്ങനെയെല്ലാം പ്രോബ്ലം അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫോൺ പർച്ചേസ് ചെയ്ത് വളരെ അടുത്ത് തന്നെ ഇത്തരത്തിൽ 30,000-35,000 രൂപയെല്ലാം സ്ക്രീനിന് കൊടുക്കേണ്ടി വരിക എന്നത് വളരെയധികം വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പ്രശ്നം കൊണ്ടല്ല, കാരണം ഇത്തരത്തിൽ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം ചെയ്തത് കൊണ്ടാണ് അവരുടെ ഫോണിന് മറ്റു ഡാമേജോ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അതിനാൽ തന്നെ ഇത് വീണിട്ടോ അങ്ങനെ വേറെ ഒരു ഡാമേജ് കൊണ്ട് വന്ന ഒരു പ്രശ്നമല്ല, ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം വന്നതാണ്. ഇങ്ങനെയെല്ലാം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു 14 സീരീസ് ഇത് ഇത്തരത്തിൽ സർവീസിനായി ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 14 സീരീസിൽ ഈ ഒരു പ്രശ്നമില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം മാത്രമല്ല ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ ഒരു കാര്യം എല്ലാം സംഭവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും അപ്ഡേറ്റ് എല്ലാം വന്നു എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോയി ഈ ഒരു അപ്ഡേറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഞാനും ഇതുപോലെ ആപ്പിളിൻ്റെ ഫോണെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആൻഡ്രോയിഡിൻ്റെ പ്രീമിയം ഫോണെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് S23 Ultra എല്ലാമാണ്. അപ്പോൾ എനിക്കും ഇതുപോലെ അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ വളരെയധികം ടെൻഷൻ ഉണ്ടാകാറുണ്ട്. കാരണം ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് എമൗണ്ട് എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാതെ യൂട്യൂബിലെല്ലാം തന്നെ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തവർ എന്തെങ്കിലും റിവ്യൂ എല്ലാം ചെയ്തിട്ടുണ്ടോ, അവരുടെ അഭിപ്രായം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യുക. 14 സീരീസ് യൂസ് ചെയ്യുന്നവർക്കും എനിക്ക് ഈ ഒരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. കാരണം കുറേ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ എല്ലാം 14 സീരീസിൽ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇനി അതുപോലെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട മറ്റൊരു സെറ്റിംഗ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം ഏറ്റവും താഴത്തായി നിങ്ങൾക്ക് അബൌട്ട് ഫോൺ എന്നതിൽ പോയി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നതെല്ലാം കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിന് താഴെയായി ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എല്ലാം വരികയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം തന്നെ ഓട്ടോ ഡൗൺലോഡ് ആകും.
അതിനാൽ തന്നെ നമ്മൾ അറിയാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്തു പോവുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിന് ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എല്ലാം ആണെങ്കിൽ നമ്മുടെ ഒരു കഷ്ടകാലത്തിന് ഇത്തരത്തിൽ നമ്മൾ അതിൽ ടാപ്പ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ആയി ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എല്ലാം വരാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രീമിയം മൊബൈൽ എല്ലാം യൂസ് ചെയ്യുന്നവർ തീർച്ചയായും ഈ ഒരു സെറ്റിംഗ് ഓട്ടോ ഡൗൺലോഡ് ഓവർ വൈഫൈ എന്നത് ഇപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകേണ്ടതെങ്കിൽ മാനുവലായി നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഡൗൺലോഡ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാതെ ഓട്ടോ ഡൗൺലോഡ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കില്ല ഇത് പ്രശ്നമുള്ള ഒരു അപ്ഡേറ്റ് ആണോ ഈ ഒരു ഓട്ടോ ഡൗൺലോഡായി വന്നിരിക്കുന്നത് എന്നെല്ലാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്